CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ കേബിൾ TV വ്യവസായത്തിലും ഉണ്ടാകുന്നത് പ്രതീക്ഷയുടെ അടയാളമാണെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. COA കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭം CKM അസോസിയേറ്റ്സിന്റെ ഉദ്ഘാടനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് നിർവഹിച്ചു. കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അന്തിക്കാട് സ്വദേശി 23 വയസ്സുള്ള അശ്വിൻ, മണലൂർ പാലാഴി സ്വദേശി 20 വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് മരിച്ചത്. എയ്യാൽ ശ്രീകാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവം ഏപ്രിൽ 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. 19-ന് പൂരാഘോഷം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 26 ഗജവീരന്മാർ അണിനിരക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വൈലത്തൂർ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ തോമാസ് ലേഹായുടെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാളാഘോഷം ഭക്തിനിർഭരമായി. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 88ാം തിരുനാളിന്റെ ഭാഗമായി നടക്കുന്ന മരിയൻ ബൈബിൾ കൺവെൻഷന് തുടക്കം. കോട്ട ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കർത്താനം ഉദ്ഘാടനം നിർവഹിച്ചു. സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരിന് കോട്ടപ്പടി ചേമ്പാലക്കുളം റെസിഡൻസ് അസോസിയേഷന്റെ ആദരം. അപകട സമയങ്ങളിൽ നടത്തുന്ന സജീവ ഇടപെടലുകളും അപകടകാരികളായ വന്യമൃഗങ്ങളെയും പാമ്പുകളെയും പിടികൂടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലുമുള്ള നിസ്തുല സേവനം പരിഗണിച്ചാണ് ആദരവ് നൽകിയത്. ദളിത് കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ അനുസ്മരണ സമ്മേളനം നടത്തി. K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ BLOമാരെ കയ്യേറ്റം ചെയ്ത പോലീസ് നടപടിക്കെതിരെ പൊന്നയൂർ BLO കൂട്ടായ്മ പ്രതിഷേധം രേഖപ്പെടുത്തി. കുന്നംകുളം നഗരസഭ 26-ാം വാർഡിൽ ചീരംകുളം അങ്കണവാടിയുടെ 28ാം വാർഷികവും കലാപരിപാടികളും നടന്നു. സാമൂഹ്യ പ്രവർത്തകനും നാട്ടുകാരനുമായ പനങ്ങാട്ട് അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു. പെരുവേലിൽ തളർന്ന് യാത്ര ചെയ്യുന്നവർക്ക് തണ്ണീർ പന്തലൊരുക്കി സംഭാരവും സർബത്തും വിതരണം ചെയ്യുകയാണ് തൊഴിയൂർ വാട്സപ്പ് കൂട്ടായ്മ. അഞ്ഞൂർ മുഖംമൂടിമുക്ക് സെന്ററിലാണ് സംഭാരവും നാരങ്ങ സർബത്ത് വിതരണവും നടക്കുന്നത്. കൂനമുച്ചി ശ്രേയസ് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളുടെ ഭവനങ്ങളിൽ പക്ഷികൾക്കായി സ്ഥാപിക്കുന്ന പാനപാത്രങ്ങളുടെ സ്ഥാപനം നാടക സാംസ്കാരിക പ്രവർത്തകനായ ബിന്ദു ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി വനിതാ വിഭാഗമായ ജനനിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്വരലയ നൃത്തവിദ്യാലയത്തിന്റെ അവധിക്കാല കലാസാംസ്കാരിക ക്ലാസുകൾ ആരംഭിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.